മുട്ട പൊട്ടിക്കുന്ന ഒരു സ്റ്റൈലേ. ഈ മുട്ടയും എടുത്തിട്. ഒരു വഴിയായിട്ട് പണി കഴിഞ്ഞു. എന്താണ് ഈ പേപ്പർ തിന്നാൻ പോണോ കഴുതപ്പണ്ണി? ഇത് നോക്ക്. രഹാനല്ലേ? അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാരാ? രഹാന എവിടെ? ഫ്രെയിമിലെ രഹാനെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? സൗന്ദര്യ, ഇതെങ്ങനെ? എന്താണ് ഇത്? രഹാന എവിടെ? ഇതെന്താ സംഭവിച്ചേ? അയ്യോ, എന്റെ ക്യാമറ അടുത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. രഹാനെ മാത്രം കാണുന്നില്ല. ഇന്നലെയും കൂടി നമ്മൾ കണ്ടതാണല്ലോ. ഇതെന്താ സംഭവിച്ചേ? ഈ ഷോട്ടിലോ എന്താണ് ചേര് മാത്രമല്ല ഇങ്ങനെ? അത് രഹാന ഉണ്ടായിരുന്നതല്ലേ? വാട്ട് എ ഷോക്ക്! ഇന്നലെ നമ്മൾ കണ്ട ഇതേ റഷസിലെല്ലാം രഹാന ഉണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോ അവളുടെ സൗണ്ട് മാത്രം. എങ്ങനെ അവളുടെ ഇമേജ് മാത്രം ഇറേസ് ആയി? ഒരുപക്ഷെ ഈ രഹാന തന്നെ ആയിരിക്കും മേള്. അത് ചിലപ്പോ നമ്മുടെ ഒരു ഹാലുസിനേഷൻ മാത്രമാണെങ്കിലോ? അതൊന്നും അല്ല. ഷോ, അന്ന് ആരോ എന്നെ ചവിട്ടി തള്ളിയിട്ടു എന്ന് പറഞ്ഞപ്പോ നീയൊക്കെ അന്ന് സമ്മതിച്ചില്ലല്ലോ. ഇത് നോക്കിയേ, മെർലിന്റെ ആത്മാവ് രഹനയായിട്ട് വന്നതായിരിക്കും. പക്ഷെ അതല്ല എനിക്ക് മനസ്സിലാവാത്തത്. ഈ മരിച്ച മേള് രഹാന ആണെങ്കിൽ തന്നെ എന്തിനായിരിക്കും നമ്മളെ പരിചയപ്പെട്ടത്? ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും. അതെ സർ, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇല്ലില്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം പ്ലാൻ ചെയ്തതാ, എല്ലാം തകർന്നില്ലേ? ഞാൻ ഇതെല്ലാം നിർത്തിയിട്ട് നാട്ടിൽ പോവാ. നീ വെറുതെ ഞങ്ങളെ കൂടി ടെൻഷൻ ആക്കല്ലേ. ഇപ്പൊ നമുക്ക് വേണ്ടിയത് കുറച്ച് മനസ്സമാധാനം, അല്ലാതെ വെറുതെ പത്രത്തിൽ ഒരു ഫോട്ടോ വന്നെന്ന് വെച്ച് നമ്മൾ വെറുതെ ടെൻഷൻ ആവണ്ട. അത് രഹാനയാണെന്ന് എന്താ ഉറപ്പ്? ഒരു പക്ഷെ അവർ ട്വിൻസ് ആണെങ്കിലോ? അത് ശരിയാ. ചിലപ്പോ രഹനയും മെർലിനും ട്വിൻസ് ആയിരിക്കും. എങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത റഷസിൽ രഹാനയുടെ ഇമേജ് പതിയാത്തത് എന്താ? ഇനി ടെക്നിക്കൽ എറർ മറ്റോ ആണോ? നോ, നെവർ. അങ്ങനെയാണെങ്കിൽ റഷസില് സോഫിയുടെ ഇമേജോ ഇൻവിസിബിൾ ആവേണ്ടതല്ലേ? അതെ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ രഹാന ഇനി വല്ല പ്രേതോ ആത്മാവോ ആണോ? ഒരുപക്ഷെ അങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ. എത്രയോ കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അതല്ല സങ്കടം. ഞാൻ എടുത്ത എത്ര നല്ല നല്ല ഷോട്ട്സാ വെറുതെ ആയ. നമ്മുടെ പ്രോജക്റ്റിന്റെ ലാസ്റ്റ് ഡേ സബ്മിഷൻ നാളെയല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 2 ആഴ്ചത്തെ എക്സ്റ്റൻഷൻ ചോദിച്ചാലോ? അങ്ങോട്ട് ചെന്നാ മതി, ഇപ്പൊ കിട്ടും. പിന്നെ ഒരു ഇഷ്യൂന്റെ പേരിൽ നമ്മൾ നമ്മുടെ കരിയർ സ്പോയിൽ ചെയ്യണോ? എനിക്കൊന്നും അറിയില്ല. ഐ ആം ടോട്ടലി കൊളാപ്സ്ഡ്. നാളെയെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ ആവാതെ ഇന്ന് അടിച്ചു പൊളിക്കാൻ നോക്കാം. ഈ ടെൻഷൻ ഒന്ന് മാറ്റാൻ നമ്മളിപ്പോ ഒരു സിനിമയ്ക്ക് പോകുന്നു. ബോറടി മാറ്റാന്ന് പറഞ്ഞു പോയി കണ്ടത് പ്രേത സിനിമ. എല്ലാത്തിനും കാരണം ഇവളാ തടിച്ചു. സൗണ്ട് സൈഡ് പെർഫെക്റ്റ് ആയിരുന്നു. ഒരു കോപ്പ് പടം. നീയല്ലേ പറഞ്ഞത് ഇത് കിടില മൂവിയാണെന്ന്? ട്രെയിലർ കണ്ടപ്പോ കിടിലം തോന്നി. ഇതാ പറയുന്നത്, ട്രെയിലർ കണ്ടൊന്നും ജഡ്ജ് ചെയ്യരുത്. നയൻതാര കളക്കി, ക്യാമറ പട് ബോർ.
ഞാനാണെങ്കിൽ പൊളിച്ചേ. ഓ പിന്നെ റെഡ് എപ്പിക്കോ മറ്റേ എന്റെ കയ്യിൽ കിട്ടട്ടെ. ഫുൾ മൂവി ഒറ്റ ഷാട്ടിലാണ്. എന്തൊക്കെയായാലും നയൻതാര എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൾക്ക് നമ്മുടെ ആ റഹാനയുടെ ഒരു കട്ടില്ലേ. Sofia? സോഫിയക്കുണ്ട് ഈ മാറ്റങ്ങൾ കാണുമ്പോ എനിക്കാകെ പേടി തോന്നുക. മോളെ ഈ പാല് കുടിക്ക്. ആരോടും പറയരുത്, ഞാൻ ഇതില് കുങ്കുമപ്പൂ കലക്കിട്ടുണ്ട്. US എന്റെ ബോയ് ഫ്രണ്ട് എനിക്കായിട്ട് കൊടുത്തയച്ചതാ. നീയും ഈ പാല് കുടിച്ച എന്നെ പോലെ ഗ്ലാമർ ഗേൾ ആയിട്ട് മാറും. എ സ്പെഷ്യൽ മിൽക്ക് വിത്ത് ഗ്ലോറിയ എഫക്റ്റ്. ചായ ചോദിച്ചപ്പോ പാല് കൊണ്ടുവന്നിരിക്കുന്നു. പാലാണ് ചോദിച്ചത്. ഞാൻ സ്നേഹത്തോടെ പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോ എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞാൻ വിചാരിച്ചു ഉമ്മ തരാനാണെന്ന്. കഴുത്തി കയറി പിടിച്ചപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് പാല് തന്ന് മേലെ പറഞ്ഞയക്കാനാണെന്ന്. എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടുന്ന് പറഞ്ഞു.
സോഫിയ, നീ ഇത് എങ്ങോട്ട് പോവാ? എന്റെ വീട്ടിലേക്ക്. എന്താ ഇനി അതിന് നിങ്ങളുടെയൊക്കെ പെർമിഷൻ വേണോ? നിക്ക്, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സോഫിയ എന്തിനാ പാവത്തിന് വിണ്ടു പോരുത്. പാല് ചോദിച്ച് പാല് കൊടുത്തപ്പോ ചായ വേണമെന്ന് പറയണു. ഇവിടെ എല്ലാം ഒരു വിചിത്രമായിരിക്കണല്ലോ. ആഹാ, എന്താടി പെട്ടെന്ന്? ഇന്നലെ ഞാൻ വിളിച്ചപ്പോ നീ വരുന്ന വിവരമൊന്നും പറഞ്ഞില്ലല്ലോ. ആ, ഇന്നെനിക്ക് വരണോന്ന് തോന്നി, ഞാൻ വന്നു. എപ്പോഴും വിളിച്ചു പറഞ്ഞിട്ട് വരണോന്നൊന്നുമില്ലല്ലോ. വാ അന്മേരി, അകത്തോട്ടിരിക്കാം. ഞാൻ വിളിച്ചതാ, അവൾക്ക് അത്യാവശ്യമായിട്ട് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോ നിന്റെ ഡ്രൈവറായിട്ട് വന്നതാണല്ലേ? ഓ, അത് സാരമില്ല ആന്റി. ദാ കിടക്കുന്നു വരണം, പൊടിയും പിടിച്ച്. ഇതൊന്ന് ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ ഈ ആൻമേരിയെ ശല്യപ്പെടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? എന്നാ ഞാൻ പോയിട്ട് വരട്ടെ ആന്റി.